നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ പോളിംഗ്. ചാലിശ്ശേരി ഉപതെരഞ്ഞെടുപ്പിലും കനത്ത പോളിംഗ്. തിരഞ്ഞെടുപ്പ് ഫലം ബുധനാഴ്ച രാവിലെ. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ബുധനാഴ്ച. വ്രതപുണ്യം തേടി 10,000 ഗുരുഭവനപുരിയിലെത്തും. ഏകാദശിയോടെ കഴിഞ്ഞ ഒരു മാസമായി ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ചുറ്റുവിളക്ക് ആഘോഷത്തിന് സമാപനമാകും. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി പൂർണ്ണമായും പാലിച്ച് പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ഗജരാജൻ ഗുരുവായൂർ കേശവനെ അനുസ്മരിച്ചു. കർശന നിയന്ത്രണങ്ങളോടെ നടന്ന ചടങ്ങിലും ആയിരങ്ങൾ പങ്കാളികളായി. ചെമ്പൈ സംഗീതോത്സവ മണ്ഡപത്തെ ആനന്ദത്തിൽ ആറാടിച്ച് ഘനരാഗ പഞ്ചരത്ന കീർത്തനാലാപനം സംഗീത മാധുര്യമായി പെയ്തിറങ്ങി. അമൃത് കുടിവെള്ള പദ്ധതിയെ ചൊല്ലി കുന്നംകുളം കൌൺസിൽ യോഗത്തിൽ BJP പ്രതിഷേധം. അജണ്ടകൾ പാസാക്കിയതായി അറിയിച്ച് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. വാർത്തകൾ വിശദമായി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ പോളിംഗ്. ചൊവ്വന്നൂർ മാർത്താമ LP സ്കൂൾ, മരത്തംകോട് ബ്ലൂമിംഗ് വുഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായി രാവിലെ 7 മണിയോടെ പോളിംഗ് ആരംഭിച്ചു. വൈകിട്ട് വരെയുള്ള കണക്കനുസരിച്ച് 80% പോളിംഗ് നടന്നതായാണ് വിവരം. വൈകിട്ട് 6 വരെയായിരുന്നു വോട്ടെടുപ്പ്. പഞ്ചായത്ത് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ജോൺ മാസ്റ്ററുടെ നിര്യാണത്തെ തുടർന്നാണ് ചൊവ്വന്നൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സെബി മണ്ടുബാൽ, CPM സ്ഥാനാർത്ഥിയായി ആഷിഖ്, NDA സ്ഥാനാർത്ഥിയായി സുമേഷ് കളരിക്കൽ എന്നിവരാണ് മത്സരിക്കുന്നത്. ശക്തമായ മത്സരം നടക്കുന്നുവെന്നതിന്റെ സൂചനയാണ് ഉയർന്ന പോളിംഗ് നില. ബുധനാഴ്ച രാവിലെയാണ് ജനവിധി അറിയുക. ചാലിശ്ശേരി പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലും കനത്ത പോളിംഗ്. അറയ്ക്കൽ മദ്രസയിലും പഴയ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിലുമായി സജ്ജീകരിച്ച പോളിംഗ് സ്റ്റേഷനുകളിലായി ആകെ 1283 വോട്ടർമാരാണ് സമ്മതിദാനാവകാശം നിർവഹിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് ഫലം ഇരു മുന്നണികൾക്കും നിർണായകമാണ്. വോട്ടെണ്ണൽ ബുധനാഴ്ച നടക്കും. ഏകാദശി വിശേഷം. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ബുധനാഴ്ച. വ്രതപുണ്യം തേടി 10,000 ഗുരുഭവനപുരിയിലെത്തും. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത്. ഏകാദശിയോടെ കഴിഞ്ഞ ഒരു മാസമായി ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ചുറ്റുവിളക്ക് ആഘോഷത്തിന് സമാപനമാകും. ക്ഷേത്രത്തിൽ ഇന്ന് ദശമി വിളക്കാഘോഷമാണ്. തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരി രൂപീകരിച്ച ശ്രീഗുരുവായൂരപ്പൻ സങ്കീർത്തന ട്രസ്റ്റിന്റെ വകയായാണ് ദശമി വിളക്കാഘോഷം. ക്ഷേത്രത്തിൽ പുലർച്ചെ സഹസ്രനാമ ജപം, ഋഗ്വേദ ജപം, യജുർവേദ ജപം എന്നിവ നടന്നു. തുടർന്ന് നടന്ന കാഴ്ചശീവേലിക്ക് പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. ഉച്ചയ്ക്ക് നമസ്കാര സദ്യയും ഉണ്ടായിരുന്നു. ഉച്ചതിരിഞ്ഞ് ചോറ്റാനിക്കര വിജയന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ കാഴ്ചശീവേലിയുണ്ടാകും. സന്ധിക, ദീപാലങ്കാരം, നിറമാല, ഗുരുവായൂർ വിഷ്ണുപ്രസാദ് മാരാർ, ഗുരുവായൂർ വിഷ്ണുമാരാർ, ഗുരുവായൂർ കാർത്തിക് മാരാർ എന്നിവയുടെ തായമ്പകയും നടക്കും. നാരായണാലയത്തിൽ സാധുക്കൾക്ക് അന്നദാനം, നാരായണീയ പാരായണം, മധുരപലഹാര വിതരണം എന്നിവയും ഉണ്ടായിരുന്നു. ഏകാദശി ദിവസമായ ബുധനാഴ്ച ഉദയാസ്തമന പൂജയോടെ ഗുരുവായൂർ ദേവസ്വം വകയാണ് വിളക്കാഘോഷം. ക്ഷേത്രത്തിൽ ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഉദയാസ്തമന പൂജ നടക്കുന്നത്. ഏകാദശിയോടനുബന്ധിച്ച് രാവിലെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടാകും. സന്ധിക്ക് നാമജപ ഘോഷയാത്രയും തിരിച്ച് രഥമെഴുന്നള്ളിപ്പും ഉണ്ടാകും. ഏകാദശി വ്രതം നോറ്റെത്തുന്ന ഭക്തർക്ക് ദേവസ്വം പ്രസാദൂട്ട് നൽകും. ഏകാദശി വ്രതം പൂർണ്ണതയ്ക്കായി വ്യാഴാഴ്ച ദ്വാദശി പണ സമർപ്പണം നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന ത്രയോദശി ഊട്ടോടെയാണ് ഏകാദശി ചടങ്ങുകൾ സമാപിക്കുക. CCTV ന്യൂസ്, ഗുരുവായൂർ. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി പൂർണ്ണമായും പാലിച്ച് പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ഗജരാജൻ ഗുരുവായൂർ കേശവനെ അനുസ്മരിച്ചു. കർശന നിയന്ത്രണങ്ങളോടെ നടന്ന ചടങ്ങിലും ആയിരങ്ങൾ പങ്കാളികളായി. ദശമി ദിനത്തിൽ വിഷ്ണുപാദം പൂകിയ പുകൾപെറ്റ കൊമ്പൻ ഗജരാജൻ ഗുരുവായൂർ കേശവന് പിൻതലമുറക്കാർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാവിലെ 6:30 തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നിന്ന് ഗജഘോഷയാത്ര ആരംഭിച്ചു. ദേവസ്വം കൊമ്പൻ ഇന്ദ്രസൻ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ ഛായാചിത്രം ശിരസിലേറ്റി മുന്നിൽ നടന്നു. കൊമ്പൻ ബൽറാം ഗുരുവായൂരപ്പന്റെ ചിത്രവും കൊമ്പൻ വലിയ വിഷ്ണു ഭഗവതിയുടെ ചിത്രവും ശിരസിലേറ്റി അനുഗമിച്ചു.
ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ള നിശ്ചിത അകലം പാലിച്ച് നടന്ന ഘോഷയാത്രയിൽ 5 ഗജവീരന്മാർ പങ്കെടുത്തു. മേൽപ്പാലത്തിന് മുകളിലൂടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ സ്വീകരണം ഏറ്റുവാങ്ങി മഞ്ജുളാൽ വഴി കിഴക്കേ നടയിൽ എത്തിയ ഗജവീരന്മാർ ക്ഷേത്രവും രുദ്രതീർത്ഥക്കുളവും പ്രദക്ഷിണം ചെയ്ത് ശ്രീവത്സം അതിഥി മന്ദിരത്തിനു മുന്നിലെത്തി. ദേവസ്വത്തിലെ അക്ഷയകൃഷ്ണൻ, ഗോപീകണ്ണൻ, വിനായകൻ, പീതാംബരൻ, ദേവി എന്നീ ആനകൾ നേരത്തെയെത്തി കേശവപ്രതിമയ്ക്ക് മുന്നിൽ അണിനിരന്നിരുന്നു. കൊമ്പൻ ഇന്ദ്രസൻ കേശവപ്രതിമയ്ക്ക് മുന്നിലെത്തി പ്രണാമമർപ്പിച്ചു. മറ്റാനകളും തുമ്പി ഉയർത്തി കേശവപ്രതിമയെ വണങ്ങി. ഈ സമയം ആരും തന്നെ ഗജരാജ മണ്ഡപത്തിലേക്ക് കയറിയില്ല. ഇന്ദ്രസൻ താഴെ ഇറങ്ങിയ ശേഷം ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C. മനോജ്, KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, മനോജ് P. നായർ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ കേശവപ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. ആനകളും ആളുകളും തമ്മിലുള്ള അകലം പാലിക്കാൻ കയർ കെട്ടിത്തിരിച്ചിരുന്നു. ഘോഷയാത്രയിലും ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർ കയർ വലയം തീർത്തിരുന്നു. ഗുരുവായൂർ ACP PK ബിജുവിന്റെ നേതൃത്വത്തിൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി. CCTV ന്യൂസ്, ഗുരുവായൂർ. ദശമി ദിനത്തിൽ ചെമ്പൈ സംഗീത മണ്ഡപത്തെ ആനന്ദത്തിലാറാടിച്ച് ഘനരാഗ പഞ്ചരത്ന കീർത്തനാലാപനം സംഗീതമാധുര്യമായി. 1 മണിക്കൂറോളം നീണ്ടുനിന്ന പഞ്ചരത്ന കീർത്തനങ്ങൾ ആസ്വാദക മനസ്സുകളെ സംഗീതസാന്ദ്രമാക്കി. ചെമ്പൈ സംഗീതോത്സവ വേദിയായ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9-ന് ശ്രീ ഗണപതിം എന്ന സൗരാഷ്ട്ര രാഗത്തിലുള്ള ഗണപതി സ്തുതിയോടെയാണ് പഞ്ചരത്ന കീർത്തനാലാപനം തുടങ്ങിയത്. തുടർന്ന് ജഗദാനന്ദകാരക എന്ന നാട്ടരാഗത്തിലുള്ള കീർത്തനം ആദിതാളത്തിലും, ഗൗളരാഗത്തിൽ ദുഡുക്കുകലയും, ആരഭിരാഗത്തിൽ സാധിഞ്ചനെ എന്ന കീർത്തനങ്ങളും ആലപിച്ചു. എന്ദരോ മഹാനുഭാവലു എന്ന ശ്രീരാഗത്തിലുള്ള അതിപ്രശസ്തമായ കീർത്തനത്തോടെയാണ് സമാപിച്ചത്. ഓഡിറ്റോറിയത്തിനകത്തും പുറത്തുമായി തിങ്ങിനിറഞ്ഞ സദസ്സൊന്നാകെ താളമിട്ടും കൂടെ പാടിയും കീർത്തനത്തിനൊപ്പം ചേർന്നു. ചെമ്പൈ സംഗീതോത്സവ വേദിയെ 1 മണിക്കൂറോളം പാട്ടിന്റെ പാലാഴിയാക്കിയാണ് പഞ്ചരത്ന കീർത്തനാലാപനം സമാപിച്ചത്. ചേപ്പാട് AE വാമനൻ നമ്പൂതിരി, ആനയടി പ്രസാദ്, ഡോക്ടർ ഗുരുവായൂർ K. മണികണ്ഠൻ, മാതങ്കി സത്യമൂർത്തി എന്നീ സംഗീതജ്ഞർ വായ്പാട്ടിൽ അണിനിരന്നു. പുല്ലാങ്കുഴലിൽ ഡോക്ടർ P. പത്മേഷ്, G. ശ്രീനാഥ് എന്നിവരും, വയലിനിൽ തിരുവിഴ ശിവാനന്ദൻ, തിരുവിഴ വിജു S. ആനന്ദ് തുടങ്ങിയവരും, പ്രൊഫസർ വൈക്കം PS. വേണുഗോപാൽ, N. ഹരി, കുഴൽമന്ദം G. രാമകൃഷ്ണൻ എന്നിവർ മൃദംഗത്തിലും, ജ്യോതിദാസ് ഗുരുവായൂർ ഇടക്കയിലുമായി പക്കമേളമൊരുക്കി. NK അക്ബർ MLA, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C. മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ മുൻനിരയിൽ അണിനിരന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ. ഏകാദശിയോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അറിയിച്ചു. രാവിലെ 6 മണി മുതൽ ഉച്ചതിരിഞ്ഞ് 2 മണി വരെ VIP ദർശനം അനുവദിക്കില്ല. പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം, ചോറൂൺ കഴിഞ്ഞ് കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനം എന്നിവയും ഉണ്ടാകില്ല. പ്രാദേശികം, സീനിയർ സിറ്റിസൺ വരികൾ രാവിലെ 5 മണിക്ക് അവസാനിപ്പിക്കും. നെയ്വിളക്ക് വഴിപാടുകൾക്കുള്ള ദർശന സൌകര്യമുണ്ടാകും. അഭൂതപൂർവമായ ഭക്തജനതിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ പൊതുവരിയിൽ നിൽക്കുന്നവർക്ക് പ്രഥമ പരിഗണന നൽകും. ഗീതാദിനം കൂടിയായതിനാൽ രാവിലെ 7 മണി മുതൽ ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ സമ്പൂർണ്ണ ശ്രീമദ് ഗീതാ പാരായണം ഉണ്ടാകും. ഉച്ചയ്ക്ക് 2 മണി മുതൽ സുവർണ മുദ്രയ്ക്കായുള്ള ഏകാദശി അക്ഷരശ്ലോക മത്സരവും നടക്കും. ദേവസ്വം കാര്യാലയത്തിലെ കുറൂരമ്മ ഹാളിലാണ് മത്സരം. 18 വയസ്സ് പൂർത്തിയായവർക്ക് പങ്കെടുക്കാം. 1 മണി മുതൽ രജിസ്ട്രേഷൻ തുടങ്ങും. മറ്റു വാർത്തകളിലേക്ക്. അമൃത് കുടിവെള്ള പദ്ധതിയെ ചൊല്ലി കുന്നംകുളം കൌൺസിൽ യോഗത്തിൽ BJP പ്രതിഷേധം. ഇതിനിടെ അജണ്ടകൾ പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. കുന്നംകുളം നഗരത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്ന് ശൂന്യവേളയിൽ BJP കൌൺസിലർ ബിനു പ്രസാദ് ആവശ്യപ്പെട്ടു. വേനൽക്കാലത്തിന് മുമ്പ് തന്നെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണെന്നും ബിനു പറഞ്ഞു. എന്നാൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നഗരസഭ വാഹനങ്ങളിൽ വെള്ളം വിതരണം നടത്തിയിട്ടുണ്ടെന്നും BJP കൌൺസിലർ അതിന് നന്ദി പറയണമെന്നും ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ T. സോമശേഖരൻ തിരിച്ചടിച്ചു.
ആരുടെയും തറവാട്ട് സ്വത്ത് എടുത്തല്ല വെള്ളം എത്തിച്ചതെന്നും നന്ദി പറയേണ്ട കാര്യമില്ലെന്നും BJP കക്ഷി നേതാവ് KK മുരളി വ്യക്തമാക്കിയതോടെയാണ് തർക്കത്തിന് തുടക്കമായത്. കേന്ദ്ര സർക്കാർ പദ്ധതിയായ അമൃത് പദ്ധതി നടപ്പിലാക്കാതെ ഭരണ നേതൃത്വം രാഷ്ട്രീയം കളിക്കുകയാണെന്ന BJP കൗൺസിലർമാരുടെ വാദത്തെ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ PM സുരേഷ് ചോദ്യം ചെയ്തു. ഭൂമിക്കടിയിൽ പൈപ്പിട്ടാൽ വെള്ളം വരുമോ എന്നും എവിടെ നിന്നാണ് വെള്ളം എത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയും ആയിട്ടില്ലെന്നും സുരേഷ് മറുപടി പറഞ്ഞു. അമൃത് പദ്ധതി കേന്ദ്രത്തിന്റെ മാത്രം പദ്ധതിയല്ലെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും വ്യക്തമാക്കി. 50% ഫണ്ട് കേന്ദ്രം നൽകുമ്പോൾ 37.5% ഫണ്ട് സംസ്ഥാന സർക്കാരും 12.5% നഗരസഭയും ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. ഇതോടെ BJP അംഗങ്ങൾ മുദ്രാവാക്യം വിളികളുമായി നടുത്തളത്തിൽ ഇറങ്ങുകയായിരുന്നു. ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിൽ നിന്നും BJP കൗൺസിലർമാർ മുദ്രാവാക്യം വിളി തുടരുന്നതിനിടെ അജണ്ടകൾ വായിച്ചു പാസാക്കി ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. യോഗത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, T സോമശേഖരൻ, കൗൺസിലർമാരായ KK മുരളി, ബിനു പ്രസാദ്, ഗീത ശശി എന്നിവർ സംസാരിച്ചു. കുന്നംകുളം പ്രസ് ക്ലബ് ഭാരവാഹികളായി തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് മാളിയേക്കൽ, MM അജ്മൽ എന്നിവരെ കൗൺസിൽ യോഗം അഭിനന്ദിച്ചു. മനുഷ്യാവകാശ ദിനത്തിൽ നടന്ന കൗൺസിൽ യോഗം പ്രതിജ്ഞയോടെയാണ് ആരംഭിച്ചത്. CCTV ന്യൂസ് കുന്നംകുളം. കുന്നംകുളം പാറേമ്പാടത്ത് കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കാളത്തോട് സ്വദേശി സജീർ, വാണിയംപാറ സ്വദേശി മുജീബ് എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. എടപ്പാളിൽ നിന്ന് വന്നിരുന്ന ഗുരുവായൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറിൽ കുന്നംകുളം ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതിയുടെ 3ാം ഘട്ട ഉദ്ഘാടനം ഒരുമനയൂർ പഞ്ചായത്തിൽ ആരംഭിച്ചു. നീരൊഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന തോടുകൾ വൃത്തിയാക്കുന്നതാണ് പദ്ധതി. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KV കബീർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കയ്യുമു ടീച്ചർ, KV രവീന്ദ്രൻ, ET ഫിലോമിന ടീച്ചർ, നഷ്റ മുഹമ്മദ്, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ രാജി, തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥർ, തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായി 2025 മാർച്ച് 21 സംസ്ഥാനത്തെ മുഴുവൻ നീർച്ചാലുകളും മാലിന്യമുക്തമായി പുനരുജ്ജീവിപ്പിക്കുകയാണ് ലക്ഷ്യം. കുമരനെല്ലൂർ ബസ് സ്റ്റോപ്പിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ കൂട്ടത്തല്ല്. സഹപാഠികളെ നിലത്തിട്ട് ചവിട്ടുന്നതിന്റെയും മർദ്ദിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സംഘട്ടനത്തിൽ ഏർപ്പെട്ടതെന്നാണ് സൂചന. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് കുട്ടികൾ കൂട്ടമായെത്തി ചേരിതിരിഞ്ഞ് സംഘട്ടനത്തിൽ ഏർപ്പെട്ടത്. അക്കിക്കാവ് മേഖലയിൽ നിന്നും കളഞ്ഞുകിട്ടിയ 3.5 പവൻ സ്വർണം ഉടമയ്ക്ക് തിരികെ നൽകി അതിഥി തൊഴിലാളിയുടെ മാതൃക. കമ്പിപ്പാലത്തെ റെസ്റ്റോറന്റ് ജീവനക്കാരനായ ആസാം സ്വദേശി സൈബുൾ റഹ്മാനാണ് 3.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണ കൈചെയിൻ കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് അക്കിക്കാവ് പന്നിത്തടം റോഡിൽ PSM കോളേജിന് സമീപത്ത് നിന്ന് കണ്ടുകിട്ടിയത്. ഉടൻ തന്നെ സൈബുൾ റെസ്റ്റോറന്റ് ഉടമയെ വിവരം അറിയിച്ചു. തുടർന്ന് അക്കിക്കാവ് മേഖലയിൽ നിന്ന് സ്വർണ്ണാഭരണം കണ്ടുകിട്ടിയിട്ടുണ്ടെന്നും ഉടമസ്ഥൻ തക്കതായ തെളിവുമായി ബന്ധപ്പെടണമെന്നും അറിയിച്ചുകൊണ്ട് റെസ്റ്റോറന്റ് ഉടമയുടെ മൊബൈൽ നമ്പർ സഹിതം CCTVയിലൂടെ അറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് സ്വർണ്ണാഭരണ ഉടമയായ കരിക്കാട് സ്വദേശി ദിബീഷ് ഇവരെ ബന്ധപ്പെടുന്നത്. തുടർന്ന് ചൊവ്വാഴ്ച പോലീസ് സ്റ്റേഷനിൽ എത്തിയ സ്വർണ്ണാഭരണ ഉടമ ദിബീഷ് സൈബുൾ റഹ്മാനിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സ്വർണ്ണാഭരണം കൈപ്പറ്റി. റെസ്റ്റോറന്റ് ഉടമ ഷാനു, മാനേജർ യൂസഫ്, ഷാനി എന്നിവർ സന്നിഹിതരായിരുന്നു. ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ട് ചിറമനേങ്ങാട് ഭാഗത്തേക്കുള്ള യാത്രക്കിടയിലാണ് ദിബീഷിൽ നിന്നും സ്വർണ്ണ കൈചെയിൻ നഷ്ടപ്പെട്ടത്.
ഇന്ദിരാഗാന്ധി വീക്ഷണം ഫോറം അജ്മാൻ യൂണിറ്റ് ഈദ് അൽ ഇത്തിഹാദ് ആഘോഷവും ആളൂർ സ്വദേശി AKA കുട്ടിയുടെയും രാജൻ മാത്യുവിന്റെയും സ്മരണാർത്ഥമുള്ള 20ാമത് വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങും സംഘടിപ്പിച്ചു. അജ്മാൻ മെട്രോപൊളിറ്റൻ സ്കൂളിൽ നടന്ന ചടങ്ങ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AA അലി ആളൂർ അധ്യക്ഷനായി. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര മുഖ്യപ്രഭാഷണം നടത്തി. വീക്ഷണം ഫോറം സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി രഞ്ജൻ ജേക്കബ്, ഡോൾഫിൻ ഗ്രൂപ്പ് ചെയർമാൻ മൊയ്സീസ് നൂറുദ്ദീൻ, മാസ് ഷാർജ പ്രതിനിധി അബ്ദുൾ ഹമീദ്, മാൽക്ക പ്രതിനിധി യൂസഫ് സഗീർ, NA ഹസൻ, ഷമീല സിദ്ദിഖ്, സുരേഷ് ബാബു, രാജീവ്, അഡ്വക്കേറ്റ് അൻസാർ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി സോണി ജോസഫ്, ട്രഷറർ ബിജു ജോൺ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ 55 വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. ചിത്രരചനാ മത്സരവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലഹരി വസ്തുക്കൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ഗൈഡ് യൂണിറ്റുകൾ തൃശൂർ പൂമലയിലെ പുനർജനി ഡി അഡിക്ഷൻ സെന്റർ സന്ദർശിച്ചു. ഇംഗ്ലീഷ് മരുന്നിനേക്കാളുപരി ആയുർവേദ ഔഷധങ്ങളുടെയും മാനസിക തെറാപ്പിയിലൂടെയുമുള്ള പുനർജനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ഡോക്ടർ രമ്യ സുജിത്ത് വിശദീകരിച്ചു നൽകി. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ശാരീരിക വൈകല്യങ്ങളെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും സൈക്കാട്രിക് സോഷ്യൽ വർക്കർ സാന്ദ്ര സാജൻ ക്ലാസ് എടുത്തു. സ്കൂൾ പ്രിൻസിപ്പലും സ്കൌട്ട് അധ്യാപകനുമായ ഡോക്ടർ സജു വർഗീസ്, ഗൈഡ് ക്യാപ്റ്റൻ KV ജിഫി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പൂമല യാത്ര നടത്തിയത്. വേലൂർ ചുങ്കം ചിന്താവേദി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കലാസന്ധ്യ സംഘടിപ്പിച്ചു. ചെയർമാൻ ഡോക്ടർ CF ജോൺ ജോഫി അധ്യക്ഷത വഹിച്ചു. സിനിമാ നാടക അഭിനേത്രി സുജാത ജനനേത്രി അവൾ നിലാവായിരുന്നു എന്ന ഏകപാത്ര ലഘുനാടകം അവതരിപ്പിച്ചു. തിരുവനന്തപുരത്ത് നടന്ന യഥാർത്ഥ സംഭവത്തിന്റെ നാടകാവിഷ്കാരം കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. മജിഷ്യൻ VK സുരേഷ് അന്ധവിശ്വാസത്തിനെതിരെ എന്ന പ്രമേയത്തിൽ മാജിക് അവതരിപ്പിച്ചു. PR അനന്തകൃഷ്ണൻ, TK സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. തൊഴിയൂർ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സുവിശേഷ സംഘത്തിന്റെ നേതൃത്വത്തിൽ 37ാമത് സുവിശേഷ മഹായോഗം വെള്ളി, ശനി, ഞായർ തീയതികളിൽ കല്ലുംപുറം സെന്റ് ജോർജ് നവദീപ് പാരിഷ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സുവിശേഷ മഹായോഗം സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥന, സഭാസംഘത്തിന്റെ ഗാന ശുശ്രൂഷ, വചന ശുശ്രൂഷ എന്നിവ നടക്കും. ശനിയാഴ്ച വൈദിക കുടുംബ സംഗമം, സന്ധ്യാപ്രാർത്ഥന, ഗാന ശുശ്രൂഷ, വചന ശുശ്രൂഷയും ഉണ്ടാകും. ഞായറാഴ്ച പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, വനിതാ സമാജം ക്യാമ്പ്, ഗാന ശുശ്രൂഷ സംഘത്തിന്റെയും ഗായക സംഘത്തിന്റെയും ക്യാമ്പ്, സന്ധ്യാപ്രാർത്ഥന, വചന ശുശ്രൂഷ എന്നിവ നടക്കും. ഷാജി തോമസ് ചാത്തന്നൂർ, റവറൻ ജേക്കബ് മഞ്ഞളി, ജോൺ T വർഗീസ് കുളക്കട എന്നിവർ പ്രസംഗിക്കുമെന്ന് സുവിശേഷ സംഘം സെക്രട്ടറി ഫാദർ സ്കറിയ ചീരൻ, വൈസ് പ്രസിഡന്റ് ഫാദർ വർഗീസ് വാഴപ്പള്ളി, സഭാ അൽമായ ട്രസ്റ്റി ഗീവർമാണി, പ്രോഗ്രാം കൺവീനർ ഡേവിഡ് CP എന്നിവർ പങ്കെടുത്തു. മമ്മിയൂർ അയ്യപ്പ ഭക്ത സംഘം മമ്മിയൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നടത്തിവരാറുള്ള ദേശവിളക്ക് ഈ മാസം 14-ന് ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ ഗുരുവായൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുലർച്ചെ 4-ന് ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനത്തോടെ ദേശവിളക്ക് ചടങ്ങുകൾക്ക് തുടക്കമാകും. രാവിലെ 5-ന് കേളി, 6-ന് മമ്മിയൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പും ഉണ്ടാകും. മരത്തംകോട് മഠാധിപതി ജ്യോതിപ്രകാശിന്റെ മകൻ ജയദേവൻ സ്വാമി വിളക്ക് പന്തലിൽ പ്രതിഷ്ഠ നിർവഹിക്കും. തുടർന്ന് പുഷ്പാഭിഷേകം, ഗുരുവായൂർ കൃഷ്ണകുമാറിന്റെ അഷ്ടപതി, ഗുരുവായൂർ മുരളിയുടെ നാഗസ്വര കച്ചേരി, ശിവഹരി ഭജൻസ് വൈക്കം നയിക്കുന്ന ഹൃദയജപലഹരി എന്നിവയും നടക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഗുരുവായൂർ ക്ഷേത്രനടയിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിക്കും. ആന, താലപ്പൊലി, പഞ്ചവാദ്യം, നാഗസ്വരം എന്നിവ എഴുന്നള്ളിപ്പിന് അകമ്പടിയാകും. വിളക്കുപന്തലിൽ സമ്പ്രദായ ഭജന, ശാസ്താംപാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, കനലാട്ടം, തിരിയൊഴിച്ചിലും ഉണ്ടാകും. 3 നേരവും വിപുലമായ അന്നദാനം ഉണ്ടാകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് അനിൽകുമാർ ചിറയ്ക്കൽ, ചെയർമാൻ KK ഗോവിന്ദദാസ്, P സുനിൽകുമാർ, അരവിന്ദൻ പല്ലത്ത്, രാജഗോപാലൻ മുള്ളത്ത്, രാമചന്ദ്രൻ പല്ലത്ത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ഗുരുവായൂർ. ബണ്ടുവരമ്പ് തകർന്ന് കൃഷി നശിച്ച കാട്ടകാമ്പാൽ താമരവട്ടം കോൾപ്പടവിൽ വീണ്ടും കൃഷി ഇറക്കുന്നതിനായി വെള്ളം വറ്റിക്കാനുള്ള പമ്പിംഗ് ഊർജിതമാക്കി. 10 HP-യുടെ 3 മോട്ടോറാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ബുധനാഴ്ച മുതൽ 30 HP-യുടെ പെട്ടിയും പറയും കൂടി സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൾപ്പടവ് സമിതി. ബണ്ടുവരമ്പ് തകർന്ന് കൃഷി നശിച്ചതിൽ 4.5 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായതായി കോൾപ്പടവ് പ്രസിഡന്റ് KG തിലകൻ, സെക്രട്ടറി AV തമ്പി എന്നിവർ പറഞ്ഞു. കൃഷി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സൗജന്യമായി വിത്തു നൽകുമെന്ന് അറിയിച്ചിരുന്നു. പാടത്ത് നടാൻ ഞാറ് ലഭിച്ചില്ലെങ്കിൽ വീണ്ടും വിത്ത് വിതയ്ക്കേണ്ടി വരും. 1 മാസത്തോളം കൃഷിയിറക്കൽ വൈകുമെന്ന ആശങ്ക കർഷകർക്കുണ്ട്.
പുതിയ വൈദ്യുതി ലൈൻ വലിക്കുന്നതിന് വേണ്ട സാധനങ്ങളുമായി വലിയ ലോറികൾ ബണ്ടുവരമ്പിലൂടെ സവാരി നടത്തിയിരുന്നു. ഇത് ബണ്ടുവരമ്പ് തകരാൻ ഇടയാക്കിയെന്ന് കർഷകർ ആരോപിച്ചു. ഏകദേശം 10 ദിവസത്തിനുള്ളിൽ വീണ്ടും അത് കൃഷി ഇറക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇനി അടുത്തൊരു മഴ കൂടെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പേടിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. ഇനി വിത്ത് കൃഷിഭവൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. പഴയ ഞാറ് കയ്യിലുള്ള സ്റ്റോക്കുകളൊക്കെ തീർന്നു. ഇനി എവിടെയെങ്കിലും കളക്ട് ചെയ്തിട്ട് വേണം ഇത് നട്ട് തീർക്കാൻ. അല്ലെങ്കിൽ പുതിയ വിത്ത് നട്ട് വരുമ്പോഴേക്കും വീണ്ടും ഒരു മാസം കഴിയും. ഈ വർഷം ശരിയായിട്ട് കൃഷി ചെയ്തിട്ട് വിളവെടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹം. ലോക മനുഷ്യാവകാശ ദിനത്തിൽ ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെയുള്ള വ്യാപാരികളും കുടുംബാംഗങ്ങളും മൌലികാവകാശ സംരക്ഷണത്തിനായി മനുഷ്യാവകാശ കമ്മീഷന് ഭീമഹർജി സമർപ്പിച്ചു. 300-ലധികം തൊഴിലാളികൾ ജോലിയെടുക്കുന്ന കിഴക്കേനടയിലെ മേൽപ്പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധരും നാടോടികളും തമ്പടിച്ചിരിക്കുന്നത് നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഭീമഹർജി സമർപ്പിച്ചത്. പൊതുസ്ഥലം കയ്യേറുകയും പരസ്യ മദ്യപാനവും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ മലമൂത്ര വിസർജനം നടത്തുകയും ചെയ്യുന്നത് പതിവായതിനെ തുടർന്നാണ് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് വർക്കേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് അജു എം ജോണി, സെക്രട്ടറി ER ഗോപിനാഥൻ, PV ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഭീമഹർജി തയ്യാറാക്കി സമർപ്പിച്ചത്. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ 101-ാം പ്രതിഷ്ഠ തിരുനാളിന്റെ ലോഗോ പ്രകാശനം നടന്നു. ഇടവക ദേവാലയ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ജോർജ് ചെറുവത്തൂർ ലോഗോ പ്രകാശനം നിർവഹിച്ചു. കൈക്കാരന്മാരായ PV തോമസ്, PL ജോൺസൺ, MP സിജോ, ജെയ്സൺ കുര്യാക്കോസ്, തിരുനാൾ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ MK ആന്റണി, പബ്ലിസിറ്റി കൺവീനർ വിനു ജോൺസൺ, പ്രോഗ്രാം കൺവീനർ PF ജോസഫ്, ഇലുമിനേഷൻ കൺവീനർ ബാബു പോൾട്ടി, വർണ്ണമഴ കൺവീനർ PG ബൈജു എന്നിവർ സംബന്ധിച്ചു. 2025 ജനുവരി 24, 25, 26, 27 തീയതികളിലാണ് കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ സെബസ്ത്യനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ അനാവശ്യമായി ശകാരിക്കുകയും പരസ്യമായി അപമാനിക്കുകയും ചെയ്ത എരുമപ്പെട്ടി പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് പ്രസിഡന്റിന്റെ നടപടിയിൽ എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് പ്രതിഷേധിച്ചു. VCV ക്യാമറാമാൻ മനോജ് ഓർമ്മയെയാണ് താൻ പ്രസംഗിക്കുന്ന വീഡിയോ എടുത്തില്ല എന്ന് പറഞ്ഞ് ആസൂത്രണ സമിതി വൈസ് പ്രസിഡന്റ് KC ഫ്രാൻസിസ് അപമാനിക്കുന്ന തരത്തിൽ പരസ്യമായി സംസാരിച്ചത്. പഞ്ചായത്തിൽ നടന്ന വയോജന ഗ്രാമസഭ പരിപാടിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചെത്തിയതായിരുന്നു മനോജ്. മറ്റ് മാധ്യമപ്രവർത്തകർക്കും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മുമ്പ് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായി യോഗം കുറ്റപ്പെടുത്തി. പഞ്ചായത്തിന്റെ ഉന്നത സ്ഥാനത്തിരുന്ന് ഇത്തരത്തിൽ പെരുമാറുന്ന ആളുകളെ നിയന്ത്രിക്കുവാനും ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുവാനും പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകണമെന്ന് പ്രസ് ക്ലബ്ബ് ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് KK മാത്യൂസ്, ഭാരവാഹികളായ TG സുന്ദർലാൽ, KR രാധിക, വേണുഗോപാൽ അമ്പലപ്പാട്ട്, മുരളി വടക്കൂട്ട്, ബിജു ആൽഫ, ഇബ്രാഹിം പഴവൂർ, ശർമാജി, സോമൻ തളി, റഫീഖ് ഐനിക്കുന്നത്ത്, നിധീഷ് വേലൂർ, ദിനേശൻ വേലൂർ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. അനിയന്ത്രിതമായ വിലക്കയറ്റം മൂലം ജീവിതം പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് മേൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച ഇടത് സർക്കാർ ജനവിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്ന് മുസ്ലിം ലീഗ് ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് യൂസഫ് മാസ്റ്റർ അധ്യക്ഷനായി. നേതാക്കളായ സാദിഖ് പട്ടിക്കര, സിറാജ് മാസ്റ്റർ, PK പരീദ്, മുസ്തഫ കേച്ചേരി, റിസ്വാൻ ഫിറോസ്, AA അക്ബർ, RP ഷാജി എന്നിവർ സംസാരിച്ചു. ഡിസംബർ 26 വ്യാഴാഴ്ച പാർട്ടി പഞ്ചായത്ത് തല കുടുംബസംഗമം കേച്ചേരിയിൽ സംഘടിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു. ഷംസുദ്ദീൻ പട്ടിക്കര, ജലീൽ ഹാജി, കരീം ചിറനെല്ലൂർ, സെയ്ദ് മുഹമ്മദ്, EP നൂറുദ്ദീൻ, MA ഷംസുദ്ദീൻ, കബീർ പെരുമണ്ണ, AK സലാം എന്നിവർ പങ്കെടുത്തു. പുനേർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കാരുണ്യം കുടുംബസംഗമവും ഹോമിയോ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടന്ന കുടുംബസംഗമത്തിൽ കൂട്ടായ്മ ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ, ജോയിന്റ് സെക്രട്ടറി മനാഫ് വീട്ടിൽ വളപ്പിൽ, വനിതാ വിംഗ് പ്രസിഡന്റ് സെഫിയ കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യവും എന്ന വിഷയത്തിൽ പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനർ തസ്നി സുൽത്താന ക്ലാസ് എടുത്തു. സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് പ്രശസ്ത ഹോമിയോ ഡോക്ടർമാരായ ജമാൽ, ഷമീമ എന്നിവർ നേതൃത്വം നൽകി. ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആറ്റുപുറം, ഷെരീഫ് പാണ്ടോത്തയിൽ, കാരുണ്യ മെമ്പർമാരായ അബു, ഫാത്തിമ പരൂർ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ അർഹരായവർക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തു.
മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് ഇനി ഞാൻ ഒഴുകട്ടെ ക്യാമ്പയിന്റെ 3ാം ഘട്ട ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ജിൽസി ബാബു നിർവഹിച്ചു. 10ാം വാർഡ് മെമ്പർ സിജില സതീഷ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി റഷീദ്, 11ാം വാർഡ് മെമ്പർ എസ് കെ ഖാലിദ്, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ രാജി, തൊഴിലുറപ്പ് പദ്ധതി എഇ ജിജേഷ്, ഓവർസിയർ നിജി, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. വേലൂർ പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയ്ക്കെതിരെ കോൺഗ്രസ് മെമ്പർമാർ ഉയർത്തിയ ആരോപണം വാസ്തവ വിരുദ്ധമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.ആർ. ശോഭി പറഞ്ഞു. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് അനാവശ്യ ആരോപണങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നതെന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. മാസങ്ങളിൽ നമുക്ക് ഒട്ടേറെ ഈ തരത്തിൽ 75% ആളുകൾ ഹരിത കർമ്മസേനകൾ സഹകരിക്കുന്നു. അവരുടെ മാലിന്യങ്ങൾ നമ്മൾ ശേഖരിക്കുന്നു. മിനി MCFകൾ അത് കളക്ട് ചെയ്യുന്നു. അത് MCFയിലേക്ക് കൊണ്ടുപോകുന്നു. അതിന് 2 ഇലക്ട്രിക് വാഹനങ്ങൾ, ഗ്രാമസുന്ദരി എന്ന 2 ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വർഷത്തിലെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് 14 ലക്ഷം രൂപ ചെലവ് വെച്ചുകൊണ്ട് കലക്ടറോണിന് നമ്മൾ ക്യാമറ സ്ഥാപിക്കാനായിട്ട് ഫണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഏകദേശം ഒരു 2500ഓളം സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം നമുക്കുണ്ട്. വെയിലിംഗ് മെഷീൻ നമുക്കുണ്ട്. സെഗ്രിഗേഷന് വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ വർഷത്തിന് 46 ലക്ഷം രൂപ വെച്ചുകൊണ്ട് ഒരു കെട്ടിടം നമ്മൾ ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട്. പണിയെടുത്ത് തന്നെ പൂർത്തീകരിക്കാൻ പോവുകയാണ്. നമുക്കതുപോലെ തന്നെ നമ്മുടെ CKCയും അതുപോലെ തന്നെ എക്കോഗ്രീനുമാണ് നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന 2 ഏജൻസികൾ. അവർ കൃത്യമായിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ 17ഓളം വാർഡുകളിൽ 29ഓളം ഹരിത കർമ്മസേനാംഗങ്ങളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബ്ലോക്കിൽ ഏറ്റവും നല്ല രീതിയിൽ മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്ന ഒരു പഞ്ചായത്താണ്. ജില്ലയിൽ തന്നെ നല്ലൊരു പൊസിഷനിലേക്ക് നമുക്ക് എത്താനും സാധിച്ചിട്ടുണ്ട്. 100 CPM ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉൽപ്പന്ന ശേഖരണത്തിന്റെ ഏറ്റുവാങ്ങൽ നടന്നു. ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി ലോക്കൽ സെക്രട്ടറി M. നന്ദീഷിൽ നിന്ന് ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഉൽപ്പന്നം ഏറ്റുവാങ്ങി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MS സിദ്ധൻ, TV സുനിൽകുമാർ, KM അഷ്റഫ്, P. മോഹൻദാസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയുടെ കീഴിലുള്ള മോർ യാക്കോബ് മൊസ്കോ സഹദായുടെ തിരുശേഷിപ്പ് സ്ഥാപിതമായ കുരിശുപള്ളി പെരുന്നാൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി ആഘോഷിച്ചു. ഡൽഹി ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ യൗസേബിയോസ് മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിങ്കളാഴ്ച പടിഞ്ഞാറ്റുമുറി കുരിശുപള്ളിയിൽ നിന്നും റാസ ആരംഭിച്ച തെക്കുമുറിയിൽ പോയി താൽക്കാലിക കുരിശടിയിൽ പ്രാർത്ഥന നടത്തി. തിരിച്ച് തിരുശേഷിപ്പ് സ്ഥാപിച്ച കുരിശുപള്ളിയിൽ പ്രാർത്ഥന നടത്തി. സന്ധ്യാപ്രാർത്ഥനയും ആശീർവാദവും നേർച്ചവിതരണവും ഉണ്ടായി. ചൊവ്വാഴ്ച രാവിലെ 6:30 പ്രഭാത പ്രാർത്ഥന, കുര്യാക്കോസ് മോർ യൗസേബിയോസ് മെത്രാപ്പൊലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, കുരിശിങ്കലിലേക്ക് പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വും നേർച്ചവിതരണവും ഉണ്ടായി. ഫാദർ ബിജു മുങ്ങാംകുന്നേൽ, ഫാദർ ജയേഷ് പുലിക്കോട്ടിൽ, ഫാദർ വികാസ് വടക്കൻ, ഫാദർ തോമസ് കുര്യൻ എന്നീ വൈദികർ സംബന്ധിച്ചു. വൈകിട്ട് 5 മണിക്ക് പാച്ചൂർ നേർച്ചയും ഉണ്ടായിരുന്നു. പെരുന്നാളിന് വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി, കൈക്കാരൻ സോജൻ KJ, സെക്രട്ടറി അരുൺ T. രാജൻ, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. 12ാം പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക. 11ാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും DRഉം അനുവദിക്കുക. മെഡിസെപ് അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണയും മാർച്ചും സംഘടിപ്പിച്ചു. വടക്കേ ബൈപ്പാസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KSSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ജോർജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PV ബാലചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PI സൈമൺ, KA വാസു, MG നിമൽകുമാർ, PK റോസിലി, സ്കന്ദകുമാർ, ഗോവിന്ദൻകുട്ടി, P. മോഹനൻ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ സ്വാഗതവും യൂണിറ്റ് സെക്രട്ടറി PK ബീന നന്ദിയും പറഞ്ഞു. എടക്കഴിയൂർ GLP സ്കൂളിൽ ലൈബ്രറിയുടെ ഉദ്ഘാടനവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. പുന്നയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കറിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK വിജയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പറുമായ ഷമീം അഷ്റഫ്, PTA പ്രസിഡന്റ് നിഷ താജു, SMC ചെയർമാൻ അഷ്റഫ് അലി, MPTA പ്രസിഡന്റ് ഷമീറ എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക മിനി സ്വാഗതവും ജിത നന്ദിയും പറഞ്ഞു. വടക്കാഞ്ചേരി ബ്ലോക്ക് തല AAM NQAS പരിശീലനം എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു.
ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സൂപ്രണ്ട് ടോണി പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. 95 പേർ പരിശീലനത്തിൽ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൊവ്വന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അക്കിക്കാവ് സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കടവല്ലൂർ പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 2024 ജൂലൈ മുതൽ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, മെഡിക്കൽ അലവൻസ് കാലോചിതമായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ ധർണ നടത്തിയത്. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ചാക്കോച്ചൻ മാസ്റ്റർ, രക്ഷാധികാരി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗം തോമസ് മാസ്റ്റർ, ഹരിനാരായണൻ, ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ഉത്തരവാദിത്തം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ആമ്പല്ലൂരിൽ ഡിസംബർ 27, 28, 29 തീയതികളിൽ നടക്കുന്ന SYS കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി അധ്യക്ഷനായി. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കീം അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത കേന്ദ്ര മുശാവറ അംഗങ്ങളായ PSK മൊയ്തു ബാഖവി, IMK ഫൈസി, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുൾ റഹ്മാൻ ഫൈസി, മജീദ് കക്കാട്, CP സൈദലവി മാസ്റ്റർ ചങ്ങര എന്നിവർ സംസാരിച്ചു. സമസ്ത വൈസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പന്തൽ കാൽനാട്ടൽ ചടങ്ങിന് നേതൃത്വം നൽകി. 10,000 സ്ഥിരം പ്രതിനിധികളും 3 ലക്ഷം സന്ദർശകരും എത്തുന്ന സമ്മേളന നഗരിയിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. സമ്മേളന പരിപാടികൾക്ക് പുറമെ വിവിധതരം എക്സ്പോകൾ, പുസ്തകലോകം, എജുസൈൻ തുടങ്ങിയ അനുബന്ധ പരിപാടികൾക്ക് കൂടി ആവശ്യമായ 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് പന്തൽ ഒരുക്കുന്നത്. CCTV ന്യൂസ് കേച്ചേരി. CPM ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ നൈറ്റ് മാർച്ച് നടത്തി. ഡിസംബർ 11, 12, 13, 14 തീയതികളിൽ അണ്ടത്തോടാണ് ചാവക്കാട് ഏരിയ സമ്മേളനം നടക്കുന്നത്. പുന്നേർകുളം പഞ്ചായത്ത് മഹിളകളുടെ നേതൃത്വത്തിൽ നടത്തിയ നൈറ്റ് മാർച്ച് അണ്ടത്തോട് തങ്ങൾപ്പടിയിൽ നിന്ന് ആരംഭിച്ച അണ്ടത്തോട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ വനിതാ സംഗമം CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ അസോസിയേഷൻ പ്രസിഡന്റും ഏരിയ കമ്മിറ്റി അംഗവുമായ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി, ജാസ്മിൻ ഷഹീർ, ഗ്രീഷ്മ സനോജ്, ബുഷ്ര നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. പാതിരിക്കോട്ടുകാവ് ക്ഷേത്ര മൈതാനത്ത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്ത മെഡിക്കൽ കോളേജ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഷാജി വർഗീസ് സംസാരിച്ചു. ആക്ഷൻ കൌൺസിൽ പ്രവർത്തനങ്ങൾ KR പ്രശാന്ത് അവതരിപ്പിച്ചു. ഗീതാ ദിവാകരൻ, ES സുമതിക്കുട്ടി, A രാജലക്ഷ്മി, ഉഷ പത്മനാഭൻ, K ചന്ദ്രദാസ്, RR ഉണ്ണികൃഷ്ണൻ, ജയൻ മാരാത്ത് എന്നിവർ സംസാരിച്ചു. വായനശാല ഭാരവാഹികൾ നേതൃത്വം നൽകി. ദീർഘകാലം തൃശൂർ DCC പ്രസിഡന്റും മുൻ സഹകരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന CN ബാലകൃഷ്ണന്റെ 6ാം ചരമവാർഷികം ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. ഇതോടനുബന്ധിച്ച് ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവികുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ, ബ്ലോക്ക് ഭാരവാഹികളായ MB സുധീർ, PK രാജേഷ് ബാബു, KJ ചാക്കോ, MS ശിവദാസ്, P ലോഹിതാക്ഷൻ, ശിവൻ പാലിയത്ത, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രേണുക ശങ്കർ, കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, VK ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. CN ബാലകൃഷ്ണന്റെ 6ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി പുന്നേർകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും പുന്നേർകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ P ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP ബാബു അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. P രാജൻ, ടിപ്പു ആറ്റുപുറം, പരീദ, KP ധർമ്മൻ, കമറുദ്ദീൻ ഷാ, കെബീർ തെങ്ങിൽ, രേഖ ഭാസ്കരൻ, ഇസ്ഹാഖ് ചാലിൽ, ജമാൽ, അമീൻ, സലീം, അനിൽ, ജോബി തുടങ്ങിയവർ സംബന്ധിച്ചു. പുന്നേർകുളം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ CN ബാലകൃഷ്ണന്റെ 6ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. ബാങ്ക് പ്രസിഡന്റ് P ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PP ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി AK സതീഷ് കുമാർ, ഡയറക്ടർമാരായ രമണി അശോകൻ, മുഹമ്മദ് അലി കോറോത്തയിൽ, KP ധർമ്മൻ, ബ്രാഞ്ച് മാനേജർമാരായ A അബു താഹിർ, മിനി സുരേഷ്, ഷിനോജ് എന്നിവർ പങ്കെടുത്തു.
വൈദ്യുതി നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് വെൽഫെയർ പാർട്ടി കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പാർട്ടി മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ, MH റഫീഖ്, MN സലാഹുദ്ദീൻ, മുജീബ് പട്ടേൽ, PS ഷംസുദ്ദീൻ, PA ഷാഹിദ്, താജുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ SDPI ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി KCB ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. രൂക്ഷമായ വിലക്കയറ്റത്തിനിടെ ജനങ്ങളുടെ തലയിൽ ഇടിത്തിയായി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് SDPI ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി KCB ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. KJE സെക്ഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പാർട്ടി മണലൂർ മണ്ഡലം കമ്മിറ്റി അംഗം KK ഹുസൈർ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പരീദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സ്വാലി പട്ടിക്കര, ട്രഷറർ തൊയ്യബ് തുവാനൂർ എന്നിവർ നേതൃത്വം നൽകി. KCB ഓഫീസിനു മുന്നിൽ പ്രവർത്തകർ പെട്രോൾ മാക്സ് കത്തിച്ച് പ്രതിഷേധിച്ചു. CPI നേതാവ് PT ഹംസയുടെ നിര്യാണത്തിൽ കുളമുക്ക് സെന്ററിൽ അനുശോചന യോഗം ചേർന്നു. മുൻ മന്ത്രിയും CPI നേതാവുമായ KA ഇസ്മയിൽ, CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇക്ബാൽ, കോൺഗ്രസ് നേതാവ് മുഹമ്മദ് അലി, BJP നേതാവ് രാജഗോപാൽ, മുസ്ലിം ലീഗ് പ്രതിനിധി ചെക്കുട്ടി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7195 രൂപ, പവന് 57,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 101 രൂപ. ചരമം. അരിയന്നൂർ കിളിയംപറമ്പിൽ പരേതനായ കുട്ടപ്പൻ മകൻ അനിൽകുമാർ നിര്യാതനായി. 57 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. ബിന്ദു ഭാര്യയും അരുൺ, ആര്യ എന്നിവർ മക്കളുമാണ്. പുന്നയൂർ എടക്കര മിനി സെന്ററിന് കിഴക്കുഭാഗം താമസിക്കുന്ന മുണ്ടൻതറ കുഞ്ഞൻ നിര്യാതനായി. സംസ്കാരം നടത്തി. വത്സല ഭാര്യയാണ്. സജീഷ്, ഷനോജ്, സബിത എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ പോളിംഗ്. ചാലിശ്ശേരി ഉപതെരഞ്ഞെടുപ്പിലും കനത്ത പോളിംഗ്. തിരഞ്ഞെടുപ്പ് ഫലം ബുധനാഴ്ച രാവിലെ. പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ബുധനാഴ്ച. വ്രതപുണ്യം തേടി 10,000 ഗുരുഭവനപുരിയിലെത്തും. ഏകാദശിയോടെ കഴിഞ്ഞ 1 മാസമായി ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ചുറ്റുവിളക്ക് ആഘോഷത്തിന് സമാപനമാകും. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി പൂർണ്ണമായും പാലിച്ച് പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ഗജരാജൻ ഗുരുവായൂർ കേശവനെ അനുസ്മരിച്ചു. കർശന നിയന്ത്രണങ്ങളോടെ നടന്ന ചടങ്ങിലും ആയിരങ്ങൾ പങ്കാളികളായി. ചെമ്പൈ സംഗീതോത്സവ മണ്ഡപത്തെ ആനന്ദത്തിൽ ആറാടിച്ച് ഘനരാഗ പഞ്ചരത്ന കീർത്തനാലാപനം സംഗീത മാധുര്യമായി പെയ്തിറങ്ങി. അമൃത് കുടിവെള്ള പദ്ധതിയെ ചൊല്ലി കുന്നംകുളം കൌൺസിൽ യോഗത്തിൽ BJP പ്രതിഷേധം. അജണ്ടകൾ പാസാക്കിയതായി അറിയിച്ച് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.